നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി മുതല് നീ എന്റെ മരുമോനാ. അല്ല, ഞങ്ങളുടെ മരുമോൻ. വന്ദനയോടും ചന്ദ്രയോടും ആലോചിച്ച് തന്നെയാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ആരെതിർപ്പ് പറഞ്ഞാലും എന്റെ ഈ തീരുമാനത്തിൽ മാറ്റമുണ്ടാവാൻ പോകുന്നില്ല. തനിക്ക് ജന്മം ജഗനെ വേണ്ട എന്ന നിലപാടിൽ വന്ദനയെ ഉറപ്പിച്ചു നിർത്തണം. സഹോദരനായി ഞാൻ മനസ്സ് വെച്ചാൽ അത് നടക്കും. എനിക്ക് ജഗനെ തിരിച്ചു കിട്ടിയാൽ മതി. വന്ദനയുമായി യാതൊരു ബാധ്യതയില്ലാത്ത തരത്തിൽ ജഗനെ ഞാൻ തിരിച്ചു തന്നേക്കാം. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാനും മനോജൊക്കെ പ്രായപൂർത്തിയായ ആൺമക്കളാണ്. കുടുംബത്തിൽ എന്തെങ്കിലും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോ അത് ഞങ്ങളും കൂടി അറിയണം. എന്താ മനോജെ, അത് വേണ്ടേ? പ്രകാശേട്ടൻ പറഞ്ഞത് ശരിയാ. അത് വേണം. ഞങ്ങളും കാര്യങ്ങൾ അറിയണം. മാധവാ, ഇവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? കുടുംബത്തിലൊരു നല്ല കാര്യം നടക്കുമ്പോ അത് കുടുംബത്തിലെ പ്രധാനപ്പെട്ടവരൊക്കെ അറിഞ്ഞു വേണം നടത്താൻ. നിന്റെ പ്രമാണം മനോജ് എടുത്ത് പലിശക്കാരന് പണയം വെച്ചപ്പോ നിന്നോടും ചന്ദ്രികയോടും ഒക്കെ ആലോചിച്ച് അനുഗ്രഹം വാങ്ങിയിട്ടല്ലേ ഇവൻ ചെയ്തത്? പിന്നെ പ്രകാശൻ, അവൻ വസ്തു വാങ്ങിയതും വീട് വെക്കാൻ അഡ്വാൻസ് കൊടുത്തതും ഒക്കെ നിന്നോടും ചന്ദ്രികയോടും ഒക്കെ പറഞ്ഞിട്ടല്ലായിരുന്നോ? അല്ല, അത് പിന്നെ എന്തായാലും പരസ്പരം കൊല്ലാൻ നടന്ന അനിയനും ചേട്ടനും അച്ഛനെ തോൽപ്പിക്കാൻ ഒന്നായല്ലോ. സന്തോഷം. അതെ, ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്റെ മോൻ മാധവൻ തീരുമാനിക്കും. യോജിക്കുന്നവർക്ക് യോജിക്കാം, അല്ലാത്തവർക്ക് അവരവരുടെ പാട് നോക്കി പോകാം. എന്താ ചന്ദ്രികെ, ഞാൻ പറഞ്ഞതല്ലേ അതിന്റെ ശരി? അതെ, ഇതുവരെ മാധവേട്ടന്റെ തീരുമാനം തന്നെയാ ഈ വീട്ടിലെ അവസാനത്തെ തീരുമാനം. എന്നും അങ്ങനെ തന്നെ മതി. അങ്ങനെ മതി ഇവിടെ. ജഗ, തല തോർത്ത്. വേണ്ട, ഞാൻ ചെയ്ത തെറ്റിന് വന്ദനയും ചന്ദ്രികാമ്മയും എന്നോട് ക്ഷമിച്ചു എന്ന് പറയുന്നവരെ എനിക്കൊന്നും വേണ്ട. അവര് ക്ഷമിച്ചു. എന്താ? അവര് ക്ഷമിച്ചു കഴിഞ്ഞൂന്ന്. അത് മോനോട് പറയാനാ ഞാൻ വന്നത്. ഇനി മുതല് നീ എന്റെ മരുമോനാ. അല്ല, ഞങ്ങളുടെ മരുമോൻ.
എഴുന്നേക്ക് മോനെ. ആ അച്ഛൻ പറഞ്ഞതില് ഒരു തെറ്റുപറ്റി. നീ ഞങ്ങളുടെ മരുമകനല്ല, മകനാ. വാ മോനെ, അകത്തേക്ക് വാ. ആ വാ. പ്രകാശ, നിന്റെ മുഖം എന്താ കടന്നല് കുത്തിയ പോലെ? കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനം ആയില്ലേ? എല്ലാവരും കൂടി തോന്നിവാസത്തിന് കൂട്ടുന്നു പറയുന്നതായിരിക്കും ശരി. അതിന് പ്രകാശന കിട്ടില്ല. പ്രകാശ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഒരു പ്രശ്നം ഉണ്ടായാൽ അതിന് പരിഹാരം കാണണം. എല്ലാവരോടും ആലോചിക്കാൻ പറ്റാത്തത് തെറ്റ് തന്നെയാണെന്ന് എനിക്കറിയാം. അതിന് നീ അടക്കമുള്ളവർക്ക് എന്നോട് ദേഷ്യമുണ്ടെന്നും എനിക്കറിയാം. ഒരുപാട് പ്രാവശ്യം കല്യാണം മുടങ്ങിപ്പോയവളാ അവള്. ഇങ്ങനൊരു പ്രശ്നം കൂടി വന്നപ്പോ അവൾ ആകെ തകർന്നുപോയി. ഇന്നലെ ഒരു രാത്രി കടന്നു കിട്ടുന്നവരെ എനിക്ക് പേടിയായിരുന്നു. ഒരു നിമിഷത്തെ ബുദ്ധിമോശത്തിന് എന്തെങ്കിലും അവള് കാണിച്ചു കൂട്ടുമെന്നുള്ള ഭയം. വേണ്ട, കൊലപാതകയ്ക്കും കാണുമല്ലോ ഒരു 100 ന്യായങ്ങൾ പറയാനൊക്കെ. അച്ഛന്റെ കുമ്പസാരം കേൾക്കാനേ എനിക്ക് സമയമില്ല, സൗകര്യമില്ല. കുറുപ്പിന്റെ വീട്ടുകാര് മോളെ കെട്ടിലമ്മയായി തോളത്ത് കയറ്റിയിരുത്തുമെന്ന് കരുതുന്നുണ്ടെങ്കില് അത് വെറുതെയാ. ഈ നിൽക്കുന്ന ഇളയ മകൻ കുറുപ്പിന്റെ മോളെ പ്രേമിച്ചു കൊണ്ടുവന്നിട്ട് എന്തായി? രണ്ടും രണ്ടിടത്തായില്ലേ? അത് തന്നെയാ ഈ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത്. പ്രകാശ, നിന്റെ കൂടെപ്പിറപ്പാ വന്ദന. അവളെ അനുഗ്രഹിച്ചില്ലെങ്കിലും നീ ശപിക്കരുത്. ഒന്ന് വായടയ്ക്കുന്നുണ്ടോ? ഇവിടെ നിന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവും. പ്രകാശേട്ടാ, പ്രകാശേട്ടാ നിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.